പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് സ്നേഹവും കരുതലുമുള്ള ദൈവമാണ്. യേശു ഇന്ന് നിങ്ങളുടെ ദുഃഖത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ഥലം കണ്ടോ? വളരെ ഉയർന്ന കെട്ടിടങ്ങളുണ്ട് ഇവിടെ. ഇത് ഫ്രാൻസിലെ ഈഫൽ ടവർ പോലെ ഉണ്ടെന്ന് ചിന്തിക്കുകയാണോ? ഇത് അമേരിക്കയിൽ ഉള്ള നിവേഡ എന്ന സംസ്ഥാനത്തിലെ ലാസ് വേഗസ് എന്നൊരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ സ്റ്റാർ ഹോട്ടൽസും ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സിറ്റിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് പല വിവരങ്ങളും ഞാൻ നിങ്ങളോട് തുടർന്ന് പറയുന്നതാണ്. ദൈവമക്കൾ അതുപ്രകാരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി, ഇന്ന് ദൈവം തരാൻ പോകുന്ന വാഗ്ദത്തം എന്തെന്ന് വിചാരിക്കുന്നുവോ? യെശയ്യാവ് 60-ാം അധ്യായം 20-ാം വാക്യം. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. എത്രയോ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ഇനിയും എന്റെ ദുഃഖത്തിനൊരവസാനം ഉണ്ടായില്ലല്ലോ. ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും മാറ്റം കാണാനാവുന്നില്ലല്ലോ. ഏതോ ഒരു ദുഃഖം നിങ്ങളെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം, അഥവാ മക്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം, വ്യാധിയെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിനെക്കുറിച്ചുള്ള ദുഃഖമായിരിക്കാം. ഞാൻ എത്രയോ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരവസാനം കാണുന്നില്ലല്ലോ എന്ന് കരുതുകയാണോ? ദൈവം വാക്ക് തരുന്നു, തീരും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. മകനെ ഭയപ്പെടേണ്ട, മകളെ ഭയപ്പെടേണ്ട എന്ന് ദൈവം നിങ്ങളോട് പറയുന്നു. ഒരു സഹോദരിയുടെ കാര്യം പറയാം. അവരുടെ ഭർത്താവ് വിവാഹത്തിന് മുൻപ് തന്നെ മദ്യപാനിയായിരുന്നു. അയാൾ 38 വർഷമായി മദ്യത്തിനടിമയാണ്. 38 വർഷം കുടിച്ചു കുടിച്ച് വിവാഹം ചെയ്ത ദിവസം മുതൽ കുടിയനായ ഭർത്താവിനെയാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. സ്നേഹമില്ല, വാത്സല്യമില്ല, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. ലക്കില്ലാതെയാണ് വീട്ടിലേക്ക് ചെല്ലാറ്. എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാനാവും? എന്നെങ്കിലും ഒരു ദിവസം മാറുമെന്ന് പ്രാർത്ഥിച്ച് അവർ ക്ഷമയോടെ അയാളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. കുട്ടികളുണ്ടായിരുന്നു. അവരെയും സ്നേഹിക്കാറില്ല. അയാൾ വന്നാലേ വീട്ടിൽ ബഹളവും ഭയവുമാണ്. അവർ പറഞ്ഞു, ഒരു ദിവസം പോലും സന്തോഷമില്ലായിരുന്നു. ഓരോ ദിവസവും ദുഃഖം. ഇന്ന് വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പേടിയായിരുന്നു. അയാൾക്കു വേണ്ടി ഉപവാസം ചെയ്തു, പ്രാർത്ഥിച്ചു. ഒരവസാനമില്ലല്ലോ എന്ന് ദുഃഖിച്ചു. 38 വർഷം, നീണ്ട വർഷം, ദുഃഖത്തിന് അവസാനമില്ലല്ലോ എന്ന് വേദനിച്ചു. ഒരിക്കൽ നമ്മുടെ സത്യം ടിവിയിൽ പ്രാർത്ഥിക്കാൻ വരൂ എന്ന നമ്മുടെ പരിപാടി കണ്ടപ്പോൾ അവർ ഭർത്താവിനോട് വന്നിരിക്കാൻ പറഞ്ഞു. അയാൾ വന്നിരുന്നു. അന്നൊരു വേദവാക്യം അയാളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ്, ദൈവമേ, ഈ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ഒറ്റ ദിവസം കൊണ്ട് അയാളുടെ ജീവിതം തലകീഴായി മാറി. അതിനുശേഷം അയാൾ കുടിച്ചിട്ടില്ല. ഭാര്യയെ സ്നേഹിച്ചു, മക്കളെ സ്നേഹിച്ചു. അവര് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ ദുഃഖത്തിനൊരവസാനമുണ്ടാകുമോ? 38 വർഷം വേദനയോടെ ജീവിക്കുന്നുവല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ കർത്താവ് അതിനൊരവസാനമുണ്ടാക്കി. ഇന്നവർ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ ദുഃഖം അവസാനിക്കാൻ പോകുന്നു. നിന്റെ ദുഃഖനാളുകൾ അവസാനിക്കുമെന്ന് യേശു പറയുന്നു. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ദുഃഖനാളുകളെ യേശു കുരിശിൽ വഹിച്ചു. യെശയ്യാവ് 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ, നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട് യേശു കുരിശിൽ മരിച്ചു. നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന സകല കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും യേശു കുരിശിൽ ചുമന്നതുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിന് അവസാനമുണ്ടാക്കും. വിശ്വാസത്തോടെ ഇന്ന് പ്രാർത്ഥിക്കൂ. ഹൃദയത്തിൽ കൈവച്ച്, ദൈവമേ, ഇത്രയും വർഷങ്ങളായി എന്നെ പിന്തുടരുന്ന ഈ ദുഃഖത്തിനൊരവസാനമുണ്ടാകണം. ഇതിലൊരത്ഭുതം നടക്കണം. ആരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു അത്ഭുതം നടക്കുമാറാകട്ടെ. അവരെ ദുഃഖിപ്പിക്കുന്ന ആ കാര്യം സന്തോഷമായി മാറുവാൻ യേശുവിന്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. ഇന്ന് തന്നെ ഒരു അത്ഭുതം കാണുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ